Welcome students, welcome to the third module of Human Resource Management. So, ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇൻഡക്ഷൻ, ഇൻറ്റേർണൽ മൊബിലിറ്റി ആൻഡ് ട്രെയിനിങ്. സോ ഇതിൽ ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ. സോ ഇൻഡക്ഷൻ എന്താണ്, ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓറിയൻറ്റേഷൻ. സോ ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻഡക്ഷൻ ഓഫ് എൻ എംപ്ലോയി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് ഗെയിനിങ് ആൻ എംപ്ലോയീസ് കമ്മിറ്റ്മെൻറ്റ്. ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഗോൾസ് എന്തൊക്കെയാണ്, വിഷൻ, മിഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ എംപ്ലോയിക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. സോ ഇൻഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ഇൻട്രൊഡ്യൂസിങ് ദി ജോബ് ആൻഡ് ഓർഗനൈസേഷൻ ടു ദ റിക്രൂട്ട്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ഒന്ന്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജോബിനെക്കുറിച്ചും അതേപോലെ ഓർഗനൈസേഷനെക്കുറിച്ചും ആ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്, ഇൻട്രൊഡ്യൂസിങ് ഹിം ഓർ ഹെർ ടു ദ ഓർഗനൈസേഷൻ. സെലക്ട് ചെയ്തിട്ടുള്ള ആ എംപ്ലോയിയെ ഓർഗനൈസേഷനെ പരിചയപ്പെടുത്തി കൊടുക്കുക. സോ ഈ രണ്ട് പർപ്പസും ഇൻഡക്ഷൻ്റേതാണ്. So induction involves orientation and training of the employee in the organization culture and showing how he or she is interconnected to everyone else in the organization. സോ ബാക്കിയുള്ള എംപ്ലോയീസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ട വർക്കുകൾ, ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്സ് ആണ് അയാൾക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. So the new employee's first contact with his or her physical and human working environment is extremely important, since it will condition his or her relationship with the company. നമുക്കറിയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുക. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്ന ആ എംപ്ലോയിക്ക് ആദ്യമായിട്ട് ഓർഗനൈസേഷൻ ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് വളരെയധികം സ്ട്രോങ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ആ എംപ്ലോയിയുടെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി വർക്കിനെ. സോ ദ എംപ്ലോയി മസ്റ്റ് ഫീൽ സപ്പോർട്ടഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. എംപ്ലോയിക്ക് അയാൾക്ക് സപ്പോർട്ടിന്, അതായത് അയാൾക്ക് ഒരു സപ്പോർട്ടുള്ളതായിട്ടും സേഫ്റ്റി ഉള്ളതായിട്ടും തോന്നും. അതേപോലെ തന്നെ അയാളുടെ ഇമ്പോർട്ടൻസ്, ആ എംപ്ലോയിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ഓർഗനൈസേഷനിൽ എന്നുള്ളതിനെക്കുറിച്ചും അയാൾക്ക് ഒരു അറിവുണ്ടായിരിക്കും. സോ ദ ഫസ്റ്റ് പേഴ്സൺ ഹി ഓർ ഷീ വിൽ മീറ്റ് ഈസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ, who should present the corporate work profile in addition to providing information on the organization's background, values, client services offered, staff and expected behavior. സോ ഈ ഓരോ എംപ്ലോയിയെയും റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ അയാൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് ആരുമായിട്ടായിരിക്കും? അയാളുടെ തൊട്ട് മുന്നിലുള്ള സൂപ്പർവൈസറുമായിട്ട്. സോ ഈ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് പ്രൊഫൈലിന് പുറമെ കുറേ കാര്യങ്ങൾ, അതായത് ഓർഗനൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, ക്ലയൻറ്റിൽ ഒന്ന് ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലയൻറ്റ്സ് ആരൊക്കെയാണ്, ദെൻ സർവീസസ് ഓഫേർഡ്, സ്റ്റാഫ് ആൻഡ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ, ഇതെല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് പർപ്പസ് അല്ലെങ്കിൽ നീഡ്? ഇൻഡക്ഷൻ നടത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? An employee has to work with the fellow employees and his supervisor. സോ നമുക്കറിയാം, എംപ്ലോയീസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ്. സോ അവർക്ക് എന്തുണ്ടാകണം? ഒരു സൊസൈറ്റിയുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ എംപ്ലോയിക്ക് for this he must know them, the way they work and also the policies, practices of the organization, so that he may integrate himself with the organization.
ഓക്കെ, ഓർഗനൈസേഷനുമായിട്ട് ഒരു മിംഗ്ലിംഗ് ഉണ്ടാക്കാൻ ഓർഗനൈസേഷൻ്റെ പോളിസീസ്, പ്രാക്ടീസസ് ഇതൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ എനി നെഗ്ലക്റ്റ് ഇൻ ദ ഏരിയ ഓഫ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ മേ ലീഡ് ടു ഹൈ ലേബർ ടേൺ ഓവർ, കൺഫ്യൂഷൻ, വേസ്റ്റഡ് ടൈം ആൻഡ് എക്സ്പെൻഡിച്ചർ. എംപ്ലോയിക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഡക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ലേബർ ടേൺ ഓവറിലേക്കാണ്. ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വരുന്ന വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒക്കെ നടത്തുമ്പോൾ നമുക്കതിന് വേണ്ടി വരുന്ന എക്സ്പെൻസിനെ കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താകും? വേസ്റ്റ് ആകും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ, മാക്സിമം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. സോ കം ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷൻ. First objective, to help the new employee to develop a close and cordial relation with the existing employees. Point explain ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. Next point, to give the new employee necessary information such as location of the different building, company rules, leave rules, rest periods, etc. സോ നമ്മൾ ഓരോ ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും. ആ പോളിസീസ് അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് നമ്മൾക്ക് തരുന്ന ലീവുകളായാലും അതേപോലെ തന്നെ റെസ്റ്റിംഗ് ടൈം, വർക്കിംഗ് ടൈം, ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ചൊക്കെ ആ എംപ്ലോയിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പർപ്പസ്. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, ടു ഹെൽപ്പ് ദ ന്യൂ എംപ്ലോയി to overcome his natural shyness and nervousness in meeting the new employee, the new people in the organization. സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഓർഗനൈസേഷനിലേക്ക്, പുതിയൊരു ഫേമിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു അപരിചിതത്വം ഉണ്ടായിരിക്കും, ഒരു ഷൈനെസ് അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്നത്. ദെൻ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലോയൽറ്റി എമംഗ് ദ ന്യൂ എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞു, ഒരു ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട്, നമ്മൾ അവർക്ക് സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീതി അവർക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അവർ ലോയൽ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഇൻഡക്ഷൻ കൊടുക്കണം. ദെൻ ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് നോ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഓരോ ഫേമിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഫെസിലിറ്റീസ് അവൈലബിൾ ആകും, ഡിഫറെൻറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഫെമിലിയറൈസ് ചെയ്ത് കൊടുക്കുക. ദെൻ ടു ഹെൽപ്പ് ദ ന്യൂ എംപ്ലോയീസ് ടു മിനിമൈസ് ദ റിയാലിറ്റി ഷോക്ക് that they may undergo after reporting to duty. ഒരു ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു റിയാലിറ്റി ഷോക്ക്, അതായത് ഒറിജിനൽ നമ്മൾ തിയറിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്. നമ്മളിതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളെല്ലാം തിയറിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അത് പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം വളരെ നല്ലതാണ്. Then to build self-confidence and to aware about the wage policy, rules and regulations, working hours, overtime, safety and accidents, discipline, grievances, uniform, recreation service available, etc. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ജോബിനെക്കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഇൻഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്ഷൻ. ബേസിക്കലി ഇൻഡക്ഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻഡക്ഷൻ ഡൺ ബൈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ആയിട്ട് ഒരു കമ്പനിയെ കുറിച്ചിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടോ അങ്ങനത്തെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ഡൺ ബൈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദാറ്റ് ഈസ് ഓൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്പനി. അതേസമയം രണ്ടാമത്തെ ടൈപ്പ് ഇൻഡക്ഷൻ ഡൺ ബൈ സൂപ്പർവൈസർ. സൂപ്പർവൈസർ നടത്തുന്ന ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു എംപ്ലോയിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് ഉണ്ടാകുന്നത് അയാളുടെ തൊട്ട് സൂപ്പർവൈസറുമായിട്ടായിരിക്കും. സോ ആ സൂപ്പർവൈസറാണ് ഈ എംപ്ലോയിക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. സോ ഈ സൂപ്പർവൈസർ കൊടുക്കുന്ന ഇൻഡക്ഷൻ വേറെ തന്നെയായിരിക്കും. അയാൾ ചെയ്യുന്നത് ഗ്രീറ്റ് ദ ന്യൂ കമർ കോർഡിയലി. Supervisor tells about the duties of the newcomer, gives an explanation about his job and the job's superiority with other jobs. Newcomer is introduced among the existing employees. Also explain the newcomer about the available training facilities. സോ ന്യൂ കമറെ കോർഡിയലി
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേയിൽ അയാളെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൂപ്പർവൈസർ ചെയ്യുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ബാക്കിയുള്ള എംപ്ലോയീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ആ ഓർഗനൈസേഷനിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച്, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക, വർക്കിനെ കുറിച്ചും വർക്കിൻ്റെ സുപ്പീരിയോറിറ്റി, മറ്റുള്ളവരുടെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വർക്കിനുണ്ടാകുന്ന സുപ്പീരിയോറിറ്റി എന്തൊക്കെയാണ് അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതെല്ലാമാണ് ഇൻഡക്ഷൻ ഡൺ ബൈ ദ സൂപ്പർവൈസർ. സോ 2 തരത്തിലുള്ള ഇൻഡക്ഷൻ ആയിരിക്കും ഓർഗനൈസേഷനിൽ നടക്കുക. സോ ഇൻഡക്ഷൻ പ്രോഗ്രാം, the company, its history and products, process of the production and major operations involved in the job. ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും പ്രോസസ് ഓഫ് ഓപ്പറേഷനെക്കുറിച്ചും, ദെൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് വിത്ത് ഓൾ നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് ഇൻക്ലൂഡിംഗ് ജോബ് ട്രെയിനിങ് ആൻഡ് ജോബ് ഹസാർഡ്സ്, പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും പറഞ്ഞു കൊടുക്കും. അതുപോലെ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എംപ്ലോയീസ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ജോബ് ആൻഡ് ഹൗ ഹി ഫിറ്റ് ഇൻ ടു ദ ഓർഗനൈസേഷൻ, personnel policy and sources of information, company policies, practices, objectives and regulations, terms and conditions of service, amenities and welfare facilities, rules and regulations, then grievance procedure, social benefits, recreation facilities, then opportunities, promotion, transfer, suggestion schemes and job satisfier. ഓവറോൾ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അതൊക്കെ 1 by 1 ആയിട്ടാണ് ഈ ഓറിയൻറ്റേഷൻ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നുള്ള പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു 2 വേർഡും നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുമെന്ന്, എങ്കിലും രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂ കമർ ടു ദ കമ്പനി ആൻഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ന്യൂ കമറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ. അതേസമയം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ദ ന്യൂ കമർ ടു അലൈൻ വിത്ത് ഹിസ് ന്യൂ പൊസിഷൻ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്ക് കൾച്ചർ. അതായത് ഇൻഡക്ഷനേക്കാളും ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷനിലാണ് പുതിയ വന്ന ആൾക്ക് അയാൾ ചെയ്യേണ്ട അയാളുടെ പൊസിഷനെക്കുറിച്ചും അയാളുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചും അയാളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ. Induction can contain information like company overview, organization hierarchy, policies, etc. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻഡക്ഷനിൽ ഉണ്ടാകുക. അതേസമയം ഓറിയൻറ്റേഷൻ ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ലൈക്ക് ന്യൂ എംപ്ലോയീസ് അസൈൻമെൻറ്റ്സ്, ടീം മെമ്പേഴ്സ്, വാരിയസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ് എക്സെട്ര. അതായത് കുറച്ചും കൂടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓറിയൻറ്റേഷനിൽ പ്രൊവൈഡ് ചെയ്യുക. Then induction has a short duration. It can be completed in a day. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ അയാൾക്ക് ഇൻഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അതേസമയം ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്യൂറേഷനിൽ നടക്കുന്നതാണ്. അതായത് ഇറ്റ് ക്യാൻ ടേക്ക് 1 to several days ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഗനൈസേഷൻസ് റിക്വയർമെൻറ്റ്സ്. അതായത് കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കും ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട്. ദെൻ ഇൻഡക്ഷൻ ക്യാൻ ബി മോർ ഇൻഫോർമൽ ദാൻ ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷനേക്കാളും ഒന്ന് ഇൻഫോർമലാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർമലാണ്. ദെൻ ഇൻഡക്ഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതായത് ഫസ്റ്റ് ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനീഷ്യൽ വീക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ. ഓറിയൻറ്റേഷൻ കംസ് ആഫ്റ്റർ ഇൻഡക്ഷൻ. ആദ്യം കമ്പനിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ പോളിസീസ് ഒക്കെ ഫ്രെയിം വർക്കിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്കിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. സോ ഓറിയൻറ്റേഷൻ നടക്കുന്നത് ഇൻഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻഡക്ഷനും ഓറിയൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻഡക്ഷൻ എന്നുള്ള ടോപ്പിക്ക് ഇത്രയാണ് ഇൻഡക്ഷനെ കുറിച്ച് പറയാനുള്ളത്.